ഇന്നത്തെ ഒരു രാത്രി, നാളെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന 4 കാര്യം ചെയ്തിട്ട് ഇന്ന് രാത്രിയെങ്കിലും കിടന്നുറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു 4 കാര്യം പറഞ്ഞു തരാം. ഇന്ന് രാത്രി ചെയ്യുമോ? ആ ചെയ്യാന്ന് നിയത്ത് ചെയ്യുന്നവർ മാത്രം ഒന്ന് കൈപൊക്കിക്കുക. പൈസയുടെ ചിലവൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരേ ഒരു രാത്രി, ഇന്നത്തെ രാത്രി, നാളെ വേണോ വേണ്ടേ നിന്റെ ഇഷ്ടം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കെ പറ. അള്ളാഹുവെ, ആരാണോ ഈ മജ്ലിസിലിരുന്ന് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത്, ആ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറഞ്ഞവർ ഇൻഷാ അല്ലാഹ്. അപ്പം വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കൂല്ലേ? അപ്പം വേണമെന്ന് വെച്ചാൽ പറയാനും അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 4 കാര്യം ചെയ്തൂടെ? 1, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒരു ഖത്തം ഓതിയിട്ട് വേണം ഉറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോദണം? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? പറ, വെടി കൊണ്ടതുപോലെ എന്തോദണം? ഖത്തം ഓതൂല്ലേ? ഇൻഷാ അല്ലാഹ് പറ, ഓതൂല്ലേ? ഓതും. ഖത്ത് ഓതണമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട, അപ്പോൾ ഉറങ്ങണ്ടേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വഴി, ഖുർആനിലെ 114 സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 3 സൂറത്തുകൾ. ഈ 3 സൂറത്ത് നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഖത്തം ഓതിയ കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് സൂറത്തൊക്കെ? സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ്. ഈ 3 സൂറത്ത് ഓതിയാൽ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഖത്തം ഓതിക്കൂടെ? 2, ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചോദിക്കുവോ? കൂടെ കിടക്കുന്ന പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കുന്നില്ല, ഇനിയപ്പോൾ നാട്ടുകാരോട് ചോദിക്കുക. ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് ചോദിക്കാറുണ്ട്, അടി എനിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ ചോദിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു ഭാര്യ ചോദിക്കാറുണ്ടോ? പിന്നല്ലേ നാട്ടുകാരോട്. ഇവിടെ ലോകത്തുള്ള എല്ലാവരുടെയും പൊരുത്തം കിട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? നീ ദുആ ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഉറക്കമെന്ന് പറഞ്ഞ മരണമാ. അതുകൊണ്ട് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ എന്ന് പറയുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നീ പറയുന്നല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്തിനാ അൽഹംദുലില്ലാഹ് പറഞ്ഞേ? അല്ലാഹുവേ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള ആയുസ് തന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? നിന്റെ കാര്യം മാത്രമല്ല, അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാവരോടും നീ കരുണ കാണിക്കു പടച്ചവനെ. ഏറ്റവും നല്ല ദുആ, അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് 2ാമത്തെ ഖുതുബയിൽ അവസാനം ചെയ്യുന്ന ദുആയാണ് അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ ദുആ, എൻ്റെ പ്രിയപ്പെട്ടവർ, ആ ദുആഇൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് ലോകത്ത് 180 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരു മനുഷ്യൻ ഈ ദുആ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിൻ്റെ തലയെണ്ണമനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 180 കോടി നന്മ കിട്ടും. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. നീ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പം 2, നീ പൊരുത്തം ചോദിക്കണം. പൊരുത്തം ചോദിക്കാനുള്ള വഴി ദുആയ. 3, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാരോട് ശഫാഅത്ത് ചോദിക്കണം. നബിയെ, എങ്ങനെ? ഞാൻ നിങ്ങളെയല്ലാതെ വേറൊരു പ്രവാചകനെയും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ശഫാഅത്ത് ചോദിക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, എൻ്റെ പേരിലൊരു 10 സ്വലാത്ത് പറ ആയിഷ, എൻ്റെ പേരിലൊരു 10 സ്വലാത്ത് പറ ആയിഷ, നിനക്ക് പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 4ാമതായിട്ട് നബി തങ്ങൾ പറയുകയാ, ഹജ്ജും ഉംറയും ചെയ്തണ്,
ഹജ്ജും ഉംറയും ചെയ്യണേ. പ്രതിഫലം വേണോ പെങ്ങള്? ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വേണോ പെങ്ങള്? കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനെ നമ്മൾ പറയുന്ന ഈ 3 ദിക്റുകളുണ്ടല്ലോ, നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം വെച്ചെന്ന് പറയണേ. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ പറഞ്ഞിട്ട് നീ കിടന്നുറങ്ങ്. നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത നന്മ അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകളായ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറ ഫാത്തിമ, ഈ ദിക്ർ പറ ഫാത്തിമ. അതാണ് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശികളുണ്ടല്ലോ, ആ അവകാശികളുടെ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ നന്മ ഏതാ? രണ്ടാമത്തെ നന്മ ഏതെന്നറിയുവോ? അല്ലാഹു പറയുകയാ, വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുവോ? രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വയദഊനനാ റഗബൻ വറഹബാ. അവര് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലോ പടച്ച റബ്ബിൽ അവര് പ്രതീക്ഷ വെക്കുന്നവരാണ്. റബ്ബെന്നെ കൈവിടൂല, പടച്ച റബ്ബന്റെ ദുആ സ്വീകരിക്കുമല്ലോ. ആര് സഹായിച്ചില്ലെങ്കിലും പടച്ച റബ്ബെന്നെ സഹായിക്കുമല്ലോ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ വയദഊനനാ റഗബൻ വറഹബാ. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവര്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ, നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആഇനെ കുറിച്ചല്ല അല്ല പറയുന്ന 2 വയദഊനനാ റഗബൻ വറഹബ. അവർ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്യും, നമ്മളെല്ലാവരും ദുആ ചെയ്യും. ദുആ ചെയ്യുന്നവന് തന്നെ അറിയാം ഇത് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നിനക്ക് തന്നെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ദുആയല്ല. എങ്ങനെ ദുആ ചെയ്യണമെന്ന് ഖുർആൻ 2 ഉദാഹരണം പറയുന്നുണ്ട്. എടോ, നമ്മൾ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യണം. ഖുർആൻ തന്നെ നമുക്കതിന് തെളിവ് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ദുആ ചെയ്യണം. ചുമ്മാതെ കിടന്നിട്ട് ദുആ ചെയ്താൽ നമ്മളിപ്പോൾ ദുആ ചെയ്യും. പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ആരാ ആമീൻ പറയണേ? പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ സദ്യ ഉണ്ണായിരിക്കുന്ന പോലെ വാപ്പ ഇരിക്കുന്നേ, കൈ പോലും ഒന്ന് പൊക്കാൻ വയ്യ. എടാ, വായിക്കകത്ത് നാവുണ്ടോ ശബ്ദമുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്ക് വേണ്ടി അല്ലാഹ് ഇത് ചെയ്യുന്നതെന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ കേട്ടിട്ടുണ്ടോ പള്ളിക്കകത്ത്? അതൊക്കെ പൊതുയോഗത്തിൽ വല്ലതും പോകണം. വാപ്പായ്ക്ക് നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ വല്ല ജനറൽ ബോഡിയിൽ പോയി കഴിഞ്ഞാൽ മുണ്ടും മടക്കി കുത്തിയിട്ട് വാപ്പ നിൽക്കുന്ന കാണാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ഉസ്താദിന് തന്നെ ഞാനൊരു വീട്ടിൽ ദുആ ചെയ്യാൻ പോയി. എന്നെ ഒരു മരിച്ച വീട്ടിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ?
വയറ് നിറഞ്ഞെങ്കിൽ പറയണം, നിർത്താവുള്ളതാ. മടുത്തു കഴിഞ്ഞാൽ പറഞ്ഞേക്കണം. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനിപ്പോൾ പത്തനാപുരത്തുനിന്ന് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? എടാ, നിങ്ങൾക്കൊക്കെ എന്നെക്കാലം നല്ല വഴുതു പറയും. ഈ ഇരിക്കണ ഉസ്താമാർ പോലെ വഴുതു പറയാൻ. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കാരണയില്ലാത്ത മനുഷ്യന്മാർ ആമീൻ പറയടോ. നിങ്ങൾ ഇത്രയും പേരില്ലേ, ആരുടെ ആമീൻ അള്ളാഹ് കേൾക്കണമെന്ന് അറിയത്തില്ല. ഒരൊറ്റ മനുഷ്യൻ്റെ ആമീൻ മതി ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. പിന്നെ ഞാനിങ്ങനെ പറയുന്നത്, ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്കെങ്ങാണ് നല്ലത് വല്ലതും കേട്ട് കൂടാൻ തുടങ്ങി നീയും കൂടിക്കോ, അത്രയേ ഉള്ളൂ. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു നന്മ കേട്ടിട്ട് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ കൂടെ ചെയ്. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനപ്പം മരിച്ച വീട്ടിൽ പോയി ദുആ ചെയ്യാൻ 3 7 എങ്ങണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരിച്ച വീട്ടിൽ ഇങ്ങനെ പോയി ദുആ ചെയ്യാൻ ഒരു യാസീൻ ഓതി ഞാനും ഒരു ഉസ്താദും കൂടെ ഇരുന്ന് യാസീൻ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോൾ ആ ഉസ്താദ് പറഞ്ഞ്, കാക്ക ദുആ ചെയ്യാൻ പോന്ന് വരാം. ഉസ്താദ് ദുആ ചെയ്തോളെ, ഉസ്താദ് ദുആ ചെയ്തോളെ. 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചിട്ട് ചങ്ങായിമാർ വരുന്നില്ല. ഉസ്താദ് ദുആ ചെയ്തോളെ. ഞാനിങ്ങനെ ഇരിക്കുക, പടച്ചവനെ യാസീൻ ഓതിയിട്ട്, റബ്ബേ യാസീൻ ഓതി ആമീൻ പറയാൻ ആളും വരുന്നില്ല, എന്ത് ചെയ്യാനാ? ഞാൻ ദുആ ചെയ്തു, പടച്ചവനെ ഈ ഓതിയ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിൽ കൊടുത്തേക്കണേ അല്ലാന്ന്. കാരണം അവർക്ക് വേണ്ടടോ. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണ ആരാ? ഇല ഇട്ടാൽ മതി, അങ്ങോട്ട് വിളമ്പി അടിക്കാൻ പറ്റുന്ന രീതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൈയെങ്കിലും പിടിക്കാറുണ്ടോ? ഇതാ നമ്മുടെ ദുആ. എടാ, ദുആ ചെയ്യുന്ന നിനക്ക് തന്നെ അറിയാം. ചുമ്മാ ആമീ 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 ഇങ്ങനെ ഇരിക്കുക. എന്താ ആമീ? എടോ, ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയോ? ചുമ്മാതെ ദുആ ചെയ്താൽ സ്വർഗത്തിൽ പോവില്ല. ദുആ ചെയ്താൽ എങ്ങനെ ദുആ ചെയ്യണം അതിനുദാഹരണം ഖുർആൻ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടൽ കാണുന്നവരല്ലേ? ബീച്ച്, ഇവിടെ അടുത്ത് ബീച്ചില്ലേ? ഇപ്പോൾ ബീച്ചില്ലേ? കടലിൽ പോയിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരാൾ കടലിലേക്ക് ഒരു കുട്ടി ഇറങ്ങിപ്പോയാൽ വെള്ളത്തിൽ പെട്ടുപോയാൽ രക്ഷപ്പെടുവോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണ? രക്ഷപ്പെടുവോ? എത്ര നീന്തൽ അറിയുന്നവനാണെങ്കിലും രക്ഷപ്പെടുവോ? എന്നാൽ നടുകടലിൽ പോയിട്ടുണ്ടോ? കടലിൻ്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും വല്ലാത്ത ആഴമാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഉൾക്കടലിൽ ഒരു മനുഷ്യൻ വീണാൽ രക്ഷപ്പെടുവോ? ആ ഉൾക്കടലിൽ, കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന മീനാണ് തിമിംഗലം. കടലിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തിമിംഗലത്തിന്റെ വയറിനകത്തൊരു മനുഷ്യൻ പൊട്ടുപോയി, അവൻ രക്ഷപ്പെടുവോ? എന്നാ നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ആ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫദന്നൂനി ഇദ്ഹബു മുഗാളിബൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറയുകയാ. യൂനുസ് നബി അലൈഹിസ്സലാം, പടച്ചവനെ, അതാ കടലിൽ മീനിന്റെ തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് കിടക്കുകയാണ്. ആ തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്, വനാദാ ഫിൽ ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. എവിടെ കടന്നിട്ടാ വിളിക്കുന്നത്? പടച്ചവനെ, കടലിന്റെ ഉൾക്കടലിലോ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിന്റെ ഉള്ളിൽ കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, വനാദാ ഫിൽ ദുലുമാത്. പടച്ചവനെ, കടലിനടിയിൽ കിടക്കുന്ന മീനിന്റെ വയറ്റിനകത്താണ് തമ്പുരാന്. രക്ഷപ്പെടാനൊരു വഴിയില്ല പടച്ചവന്, രക്ഷപ്പെടാനൊരു വഴിയില്ല പടച്ചവന്. അല്ലാ, നിനക്ക് കഴിയുമല്ലാ, എന്നെ രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ലാ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അള്ളാനെ വിളിക്കുക, പടച്ചവനെ, അല്ലാ നീ എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും തമ്പുരാനെ.
ആർക്ക് പറ്റിയില്ലെങ്കിലും എന്നെ ഈ മീനിന്റെ വയറ്റിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയും പടച്ചവനെ. ഖുർആൻ പറഞ്ഞത് വലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി എങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കിടക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് യൂനുസ് നബിയുടെ പ്രത്യേകത മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള ഏതു മനുഷ്യൻ ദുആ ചെയ്താലും സ്വീകരിക്കും. അല്ലാഹുവിൽ പ്രതീക്ഷ വേണം, അല്ലാഹുവിൽ പ്രതീക്ഷ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ലാതെ ഉറച്ച വിശ്വാസത്തിൽ നീ വിളിക്കണം. ഉറച്ച ആരൊക്കെ കൈവിട്ടാൽ എൻ്റെ റബ്ബെന്നെ കൈവിടൂല, ഈ ഒരു വിശ്വാസം വേണ്ടേ. ഏതൊക്കെ വാതിലടഞ്ഞാലും അള്ളാന്റെ വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നിട്ടുണ്ടല്ല, എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ പടച്ച റബ്ബ് എന്നെ വെറും കയ്യോടെ മടക്കില്ല. ഈ ഒരു വിശ്വാസത്തോടെ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഇന്നത്തെ തലമുറയ്ക്ക് അള്ളാഹ് ആരാണെന്നെങ്കിലും അറിയോ? അള്ളാഹ് ആരാണെന്ന് അറിയുമായിരുന്നെങ്കിൽ തൂങ്ങുവോ? നിങ്ങൾ നോക്കിക്കേ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്രസ വിട്ട് 7 വയസ്സുള്ള ഒരു മകൻ വീട്ടിൽ വന്നു. ഉമ്മാൻ്റെ അടുക്ക പറഞ്ഞു, ഉമ്മ മൊബൈൽ വേണം. ഉമ്മ പറഞ്ഞു, സ്കൂളിൽ പോകാൻ സമയമായി, പോയി കുളിക്കടായി എന്ന് പറഞ്ഞ് തോർത്ത് കയ്യിലെടുത്ത് കൊടുത്തു വിട്ടു. 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ബാത്റൂം തൻ്റെ പൊന്നാര മകന് കുളിക്കാൻ പോയി. ഉമ്മ അടുക്കളയിൽ പോയിട്ട് തൻ്റെ പൊന്നുമകന് കൊണ്ടുപോകാനുള്ള ചോറും കറിയും റെഡിയാക്കി വെച്ചിട്ട് തൻ്റെ മകനെ കാണുന്നില്ലടോ. ചെന്ന് ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഉമ്മ കൊടുത്തുവിട്ട തോർത്തിനകത്ത് തൂങ്ങി നിൽക്കുന്ന രംഗം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൊബൈൽ കൊടുത്തില്ല, തീർന്നു. ടൂർ വിട്ടില്ല, തീർന്നു. ബൈക്ക് കൊടുത്തില്ല, തീർന്നു. നമ്മുടെ മക്കൾ പരീക്ഷയ്ക്ക് തോറ്റു, ചാവു. അപ്പം ജോലി നഷ്ടപ്പെട്ടു പോയി, ആത്മഹത്യ ചെയ്യുന്നു. പ്രണയിച്ചവൾ തേച്ചിട്ട് പോയി തൂങ്ങിച്ചാവുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹനെ ആർക്കും അറിയത്തില്ലടോ. അള്ളാഹുവിൽ ഒരാൾക്കും അള്ളയാരാണെന്നല്ലേ പഠിക്കേണ്ടത്. വാപ്പയുടെ ബാധ്യതയല്ലേ അള്ളയാരാണെന്ന് പഠിപ്പിക്കേണ്ടത്, ഉസ്താദിന്റെ ജോലിയല്ല. ഒരു മാപ്പവൻ തന്റെ മക്കൾക്ക് ഒന്നാമത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളയാരാ. വാപ്പായ്ക്ക് അറിഞ്ഞാലല്ലേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. വാപ്പായ്ക്ക് അള്ളയാരാന്നറിയില്ലല്ലോ. അള്ളയാരാണെന്ന് അറിഞ്ഞാലല്ലേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. ഉമ്മയ്ക്കറിയില്ലല്ലോ അള്ളയാരാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, അള്ളയാരാണെന്നറിയണം. ഒരിക്കലും പടച്ച റബ്ബ് നമ്മളെ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് നിന്റെ വാപ്പ കടം വരുമ്പോ കള്ളിച്ചാപ്പി പോയില്ല, വാപ്പാടെ ബിസിനസ് തകർന്നപ്പോ കടത്തിണ്ണയിൽ പോയില്ല. പണ്ടത്തെ നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ ഉപ്പമാർ, അവർക്ക് എന്തെങ്കിലും വിഷമം മാനസികമായിട്ട്, ശാരീരികമായി, സാമ്പത്തികമായി അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ പള്ളിക്കകത്ത് പോയിരുന്ന് പരിഹാരം കാണുമായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പായ്ക്ക് പ്രയാസം വന്നാൽ കള്ളിശാപ്പി പോവോ? ഇല്ലടോ. പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് അവർ പരിഹാരം കാണുമായിരുന്നു. നമ്മുടെ ഉമ്മമാരുടെ മനസ്സിൽ വേദന വരുമ്പോൾ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ ഏതെങ്കിലും മഹാന്മാരുടെ മക്കാമിൻ്റെ മുമ്പിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ സഹായം നേടിയെടുക്കുമായിരുന്നു. നമ്മളോ പേവെള്ളം അടിക്കാൻ പോകും, കടത്തിണ്ണയിൽ പോയിരിക്കും, കടലിൻ്റെ ചാരത്ത് പോയി തിരമാല എണ്ണിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇടും മനുഷ്യന് നിരാശയാടോ, നിരാശയാ. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ കല്യാണം കഴിഞ്ഞ് 6 കൊല്ലമായി. 60 കൊല്ലമൊന്നും ആയില്ലല്ലോ. 6 കൊല്ലമായി ഉസ്താദെ മക്കളില്ല. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷയില്ലടോ. നിരാശ ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നിരാശ ഉണ്ടാകാൻ പാടില്ല. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പടച്ചവനെ, ഡോക്ടർമാര് പറയുന്നത് കേട്ട് കണ്ട മരുന്നുകൾ മുഴുവനും കഴിച്ച് സർവ്വതും നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ, അള്ളയാരാണെന്ന് പറഞ്ഞു തരട്ടെ, നീ വിശ്വസിക്കുന്ന പടച്ചറപ്പാരാണെന്ന് പറഞ്ഞു തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയാ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്ത് കടന്നു ചെല്ലുമ്പോ അതാ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുണ്ടല്ലോ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ സക്കരിയാ നബിയാണ് വളർത്തുന്നത്. പടച്ചവനെ, പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴം കഴിക്കുകയാണ്. സക്കരിയാ നബി നോക്കുമ്പോ അതാ മറിയം ഇരുന്ന് പഴം കടിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, ഈ പഴം ഞാൻ വാങ്ങിക്കൊടുത്തതല്ല, ഈ നാട്ടിൽ പോലും കിട്ടാത്ത പഴമാണ്, ഈ രാജ്യത്ത് പോലും ഈ പഴം കിട്ടാത്ത സമയമാണ്. അപ്പോഴാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് മറിയം എന്ന് പറയുന്ന പൊന്നുമോള് അതാ പഴം കടിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോ
സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ ഇതെവിടെ നിന്നാ മറിയമേ, ഈ പടം എവിടെ നിന്നാണ് മറിയമേ? മറിയമെന്ന പൊന്നുമോള് പറയുകയാ, ഖാല ഹുവ മിൻ ഇൻദില്ലാ, എന്റെ റബ്ബ് തന്നതാണ്, എനിക്കെന്റെ റബ്ബ് തന്നതാണ്. പടച്ചവനെ സക്കരിയ നബി അലൈഹിസ്സലാമിനോട് അവിടെന്ന് പറയുമ്പോ സക്കരിയ നബി ചിന്തിക്കുന്നു, അല്ലാ സീസണല്ലാത്ത സമയത്ത് പഴം കൊടുക്കാൻ പടച്ച റബ്ബിന് കഴിയുമല്ലോ. അതുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം രണ്ട് കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. പടച്ചവനെ, സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു, സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു. വയസ്സാൻ കാലമായി വാപ്പാ, പെങ്ങളെ സക്കരിയ നബി അലൈഹിസ്സലാമിന് വയസ്സായി. ആ സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ലായിരുന്നു. പടച്ചവനെ, സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, നാഥാ പടച്ചവനെ, എന്റെ എല്ലുകൾ പൊടിയുന്ന തമ്പുരാന്, എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്ക് മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല പടച്ചവന്. സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ. ചരിത്രം പറഞ്ഞു 120 വയസ്സങ്ങണ്ടായി. സക്കരിയ നബി അലൈഹിസ്സലാമിന് 120ഓളം വയസ്സടുത്തു, 100 വയസ്സ് കഴിഞ്ഞു. ആ 100 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബി അല്ലാഹുവോട് പറയാ, പടച്ചവനെ, എനിക്ക് മക്കളില്ല, എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി, എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഞാൻ പ്രായം ചെന്ന മനുഷ്യനാ. വകാനത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യയും പ്രായമുള്ളവരാ, അവരുടെ മെൻസസ് പോലും നിലച്ചു. 50 വയസ്സ് കഴിഞ്ഞാൽ 45 50 വയസ്സായ പെണ്ണുങ്ങളുടെ മെൻസസ് നിലച്ചല്ലോ. ഈ മെൻസസ് നിലച്ച പെണ്ണിന് മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. തന്റെ ഭാര്യയ്ക്ക് 99 വയസ്സ്. സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, ഞാനും പ്രായമുള്ള ആളാ, എന്റെ ഭാര്യയും പ്രായമുള്ള ആളാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മക്കൾ ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല, ഒരു സാധ്യതയുമില്ല. പക്ഷേ പടച്ചവനെ, നിനക്ക് പറ്റും തരാൻ. ഡോക്ടർമാര് പലതും പറയും, കൗണ്ടിങ് ഇല്ല, അതില്ല, ഗർഭപാത്രമില്ല, മണ്ണാങ്കട്ടയില്ല, അതില്ല. ഓരത് തന്നെ പറയാൻ അറിയൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല എനിക്ക് മക്കളില്ലായിരുന്നല്ലോ. എന്താ കൗണ്ടിങ് പറഞ്ഞുകൊണ്ടാ? ഗർഭപാത്രം ഇല്ലാത്തതുകൊണ്ടാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് മക്കളില്ല. പെണ്ണെ ആദ്യം പഠിക്കണമെന്നറിയോ? അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാ മക്കള്. അത് ചിലർക്ക് അള്ളാഹ് കൊടുക്കും, ചിലർക്ക് കൊടുക്കില്ല, അത്ര തന്നെ. ചിലർ കിട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്നു, ചിലർ കിട്ടാതെ കണ്ണുനീര് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. ചില ഉമ്മമാര് പറയുന്നു, പടച്ചവനെ, എന്തിനാ അള്ളാഹ് ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നത്? പടച്ചവനെ, മരിച്ച അൽഹംദുലില്ലാ എന്ന് പറയും. ചിലതാണെങ്കിൽ കിട്ടാത്തതിന്റെ വിഷമത്തിൽ നടക്കുന്നു. സക്കരിയ നബി അള്ളാഹുവോട് പറഞ്ഞു, പടച്ചവനെ, ഇന്നത്തെ ഡോക്ടർമാര് പറയുന്ന കണക്കനുസരിച്ചിട്ട് എനിക്ക് 1% പോലും മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പ്രായം ചെന്നു, രോഗിയാ, എല്ലുകൾ പൊടിഞ്ഞു, മാംസങ്ങൾ വിട്ടു തുടങ്ങി, ഞാൻ പ്രായം ചെന്നു പടച്ചവനെ. എൻ്റെ ഭാര്യയാണെങ്കിലോ അവൾക്കും പ്രായമായി, അവൾക്കും എല്ലാം കഴിഞ്ഞു, ഇനി ഒരു ചാൻസും ഇല്ല പടച്ചവനെ. എങ്കിലും എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് റബ്ബേ, എനിക്കൊരു മോനെ വേണമല്ലാ, എനിക്കൊരു മോനെ വേണമല്ല. കരഞ്ഞിട്ട് പടച്ചവനോട് ചോദിച്ചു. അള്ള കൊടുത്തു മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അള്ളാഹ്. ഈ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. ഉണ്ടോ നമുക്ക്? ഈ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴാ അള്ളാഹു നമുക്ക് തരുന്നത്. ഇങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് അള്ളാഹു ഫിർദൗസ് കൊടുക്കുന്നത്. നമുക്കെന്ത് പ്രതീക്ഷ? നമുക്കെന്ത് പ്രതീക്ഷ? നമുക്കില്ലടോ. ഡോക്ടർമാര് പറയുന്ന സർവ്വ മരുന്നും കഴിച്ചു മക്കളില്ലാത്ത താത്ത. എന്നാൽ ഖുർആൻ പറഞ്ഞ മരുന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എടോ, ഖുർആനിലും മരുന്ന്. ഈ ഫാൻ ബന്ധിരിച്ചു വെച്ചാൽ ഈ ഫാനെ നിങ്ങൾ എനിക്ക് വേണ്ട, അങ്ങോട്ട് ബാക്കിലോട്ട് തിരിച്ചു. എടോ, മക്കളില്ലാതെ കിടക്കുന്ന ഒരുപാട് പേരില്ലേ? നിങ്ങൾ എല്ലാ മരുന്നും കഴിച്ചോ? അള്ള പറഞ്ഞ മരുന്ന് കഴിച്ചോ? ഖുർആനിൽ മരുന്നില്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? രോഗമുണ്ടോ? എല്ലാത്തിനും ഖുർആനിൽ മരുന്നുണ്ട്. അള്ളാഹു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ള പറഞ്ഞ മരുന്നേതാ? അള്ള പറഞ്ഞ മരുന്നേതാ? ഇപ്പൊ കച്ചവടമൊക്കെ തകർന്നു കിടക്കുന്നവരില്ലേ? ഇപ്പൊ ഒന്നാമത് മഴയില്ലാത്ത സമയം. നിങ്ങൾ നോക്കിക്കേ, മഹാനായ ഹസൻ ബസ്വരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുക, കുട്ടികൾക്ക് കിതാബ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, മഴയില്ല, വല്ലാത്ത ക്ഷാമവ, എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഒരു വഴി പറഞ്ഞതാ. അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു. രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ പ്രയാസത്തില, ബുദ്ധിമുട്ടില്ല, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു. തങ്ങളെ കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി, മക്കളില്ല, മൂന്നാമത്തെ ആൾ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഉസ്താദെ, എല്ലാത്തിനും ഒരു മരുന്നാണോ?
മക്കളില്ല എന്ന് പറഞ്ഞവനോടും കച്ചവടത്തിൽ ബറക്കത്തില്ല എന്ന് പറഞ്ഞവനോടും മഴയില്ല വെള്ളം വേണമെന്ന് പറഞ്ഞ ആളോടും 3 പേരോടും അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ പറഞ്ഞേ. അപ്പോഴാണ് മഹാനവറുകൾ അവിടെന്ന് പറയുന്നു, ഞാൻ പറഞ്ഞതല്ല, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലയല്ലേ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറയാറ്. അതുകൊണ്ട് പെങ്ങള്, മക്കളില്ലാത്ത പാവപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് പറയുകയാ, കണ്ട മരുന്ന് മുഴുവനും കഴിച്ച് നിന്റെ ആയുസ് കളയാതെ നിനക്ക് പറഞ്ഞുകൂടെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഈ മരുന്നൊന്ന് കഴിച്ചു നോക്കൂ. കടയിട്ടിട്ട് കച്ചവടമില്ലാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് അയൽവാസിയുടെ കടയ്ക്കകത്ത് കച്ചവടം നടക്കുന്നത് കാണുമ്പോ നിന്റെ കടയിലിരുന്നിട്ട് ഇവന് മാത്രം ഇത്ര കച്ചവടം എങ്ങനെയാ തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നിനക്ക് പറയാൻ കഴിയുമോ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു നിന്റെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വയദഊനനാ റഗബൻ വറഹബാ. അവര് പ്രതീക്ഷയോടുകൂടി പടച്ചവനോട് ദുആ ചെയ്യുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കിയിരിക്കുകയാണ്. അടുത്തേക്ക് പോകാൻ കഴിയില്ല. ഭയാനകമായ തീക്കുണ്ടാരമാണ്. പടച്ചവനെ, അതിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുകയാണ്. അത്രയും ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് അമ്പും ബില്ലും തയ്യാറാക്കുകയാണ്. എന്തിനാ ഇബ്രാഹിം നബിയെ തീയിലേക്ക് എയ്ത് വിടാറ്. അങ്ങനെ ഇബ്രാഹിം നബിയെ കയറ്റി നിർത്തുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. നബിയേ, അനുവാദം തന്നാ ഞാൻ രക്ഷപ്പെടുത്താ നബിയേ. ഈ തീ കുണ്ടാരം ഞാൻ അടച്ചു കളന്നിട്ട് രക്ഷപ്പെടുത്താ നബിയേ. ഇബ്രാഹിം നബി പറഞ്ഞു, ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട. എന്നെ പടച്ച റബ്ബിനറിയാ എന്നെ സഹായിക്കാൻ. കുല്യാനാറുകൂരി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഒരു രോമം പോലും കരിയാതെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് ഇബ്രാഹിം നബി എഴുന്നേറ്റ് വന്ന ചരിത്രം ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മളൊക്കെ വല്ലാത്ത സങ്കടത്തിലാ, വല്ലാത്ത പേടിയിലാ. ഉസ്താദേ, രാജ്യം പോകുന്നത് എങ്ങോട്ടാണ്? വല്ലാത്ത ഭയമാടോ, വല്ലാത്ത പേടിയാടോ. പടച്ചവനെ, എന്തിനാ ഞാനും നിങ്ങളും ഭയപ്പെടുന്നത്? അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, പടച്ചറബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നബി തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു കൊടുത്തെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ല നമ്മുടെ കൂടെയുണ്ടടോ, അല്ല നമ്മുടെ കൂടെയുണ്ടടോ. മജ്ലിസുന്നൂർ പാരായണം ചെയ്യുന്നവനല്ലേ, ബദരീങ്ങളെ കുറിച്ച് പറയുന്നവരല്ലേ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന ഒരു സ്വഹാബിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, വാളില്ല, പരിചയില്ല, കുന്തമില്ല. ആയിരക്കണക്കിന് വരുന്ന യോദ്ധാക്കൾ ആയുധവുമായി കടന്നു ചെല്ലുമ്പോ അവരുടെ മുന്നിലേക്ക് വെറും കൈയോടെ ഇറങ്ങി പോകുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് സങ്കടം പറഞ്ഞപ്പോ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുക്കുകയാ. ഈന്തപ്പന മരത്തിന്റെ ഓലയുണ്ടല്ലോ, അതിന്റെ മടലുണ്ടല്ലോ, അതെടുത്ത് കൊടുത്തിട്ട്
നിബിതങ്ങൾ പറഞ്ഞ് ബദറിന്റെ രണാഗണത്തിലേക്ക് പോകാറ് അത് മതിയായിരുന്നടോ, ആ സ്വഹാബിക്കത് മതിയായിരുന്നടോ. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെട്ട് കൈകാലുകൾ വിറയ്ക്കുന്ന മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഖുർആൻ ഉസ്താദന്മാര് മഗ്രിബ് നമസ്കാരത്തിന് ഓതുന്ന ഒരു സൂറത്താണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ. ഈ സൂറത്ത് നീ ഓതുന്നവനല്ലേ, എന്താണ് ഇതിനകത്ത് അല്ല പറയുന്നതെന്നറിയുവോ? അല്ല എന്താണ് ഇതിനകത്ത് പറയുന്നതെന്നറിയുവോ? അബ്രഹത്തെന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ മക്കത്ത് വരികയാണ്. മക്കക്കാരുടെ കയ്യിൽ ആനയില്ല. അതുകൊണ്ടാണ് അബ്രഹത്ത് ആനപ്പടയുമായിട്ട് കടന്നു വന്നത്. നിമിഷം നേരം കൊണ്ട് അല്ലാഹുവിന്റെ കഅബ പൊളിക്കാൻ അബ്രഹത്തും ആനപ്പടയും വന്നപ്പോ അതാ ഏറ്റവും ചെറിയ കിളിയായ കുരുവിയുണ്ടല്ലോ, അതിനെ കൊണ്ടല്ലേ അല്ലാഹ് അവനെ തകർത്ത് കളഞ്ഞത്. ഇത് സിനിമാ കഥയല്ലല്ലോ, ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്ന കഥയല്ലല്ലോ, ഇത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ ചരിത്രമാണല്ലോ. അതാ പശുവ് പുല്ല് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിയുമ്പോ വാക്കി ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അല്ലാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്തു കളഞ്ഞല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടണ്ട. ചില മതഭ്രാന്തന്മാര്, മതം തലയ്ക്ക് പിടിച്ചവർ, വർഗീയവാദികൾ എത്രയോ നല്ലവരുണ്ടോ. ഹൈന്ദവരായ സഹോദരങ്ങൾ, ഈ സ്ഥാപനത്തിന്റെ ചുറ്റുഭാഗം കിടക്കുന്നത് മുഴുവനും മുസ്ലിമീങ്ങളല്ലല്ലോ, ഹൈന്ദവ സമുദായമല്ലോ. അവര് നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അവരാ സ്ഥാപനത്തെ ഇഷ്ടപ്പെടുന്നടോ. അവരവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നടോ. അവരും പ്രാർത്ഥിക്കുന്നടോ. അവരും ഉസ്താദിനോട് നിങ്ങൾ ഇവിടെ നന്മ ചെയ്യണേ, നന്മ ചെയ്യണേ. ഈ സ്ഥാപനം ഇവിടെ വന്നത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റം വന്നു. ദൈവത്തിന്റെ സഹായം കടന്നു വന്നു. എല്ലാവരും അതുപോലെയുള്ളവരല്ല, കുറച്ച് ആൾക്കാർ മാത്രം, കുറച്ച് വർഗീയവാദികൾ മാത്രം. എന്തിനാ നമ്മൾ ഭയക്കുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ഒരു സൗഹാർദ്ദമുണ്ടോ? ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചവരാണ്, ഒരു ബെഞ്ചിൽ ജിബിരുന്ന് പഠിച്ചവരാണ്, ഒരു പായിൽ കിടന്ന് ഉറങ്ങിയവരാണ്, തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നവരാണ്. നമുക്കൊരിക്കലും തമ്മിൽ തല്ലുവാനോ പടച്ചവനെ ആക്രമിക്കുവാനോ കഴിയില്ല. അതാ പള്ളിയുടെ അടിയിലേക്ക് തൂണ്ടുവാനോ അമ്പലത്തിനടിയിലേക്ക് തൂണ്ടുവാനോ അതെന്റെയാ ഇത് നിന്റെയാ എന്ന് പറയാ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹയല്ലേ പറഞ്ഞത്, നിബിതങ്ങളല്ലേ പറഞ്ഞത്, അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏറ്റവും വലിയ ആയുധം നിന്റെ കയ്യിലിരിക്കുകയാണ്. അത് ആറ്റം ബോംബല്ല, AK-47 അല്ല, ബെൽറ്റ് ബോംബല്ല, കലാപങ്ങളല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, നീ റബ്ബിനോട് ദുആ ചെയ്, വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിനോട് ദുആ ചെയ്, പടച്ചവൻ നമ്മളെ സഹായിക്കും. അല്ലാഹുവിന്റെ സഹായം നൽകുമാറാകട്ടെ.